കനിയെ ദത്തെടുക്കാനുള്ള ആഗ്രഹവുമായി ഫാദറിന്റെ അടുത്തെത്തുന്ന അന്നക്കുട്ടി. മണിക്കുട്ടിയെ വിട്ട് ആർക്കൊപ്പവും താൻ പോകില്ലെന്ന് കനിയെ പറഞ്ഞു സമ്മതിപ്പിക്കാമെന്ന വിശ്വാസവുമായി അന്നക്കുട്ടി കനിയുടെ അടുത്തെത്തുന്നു. തുടർന്ന് കാണുക. എനിക്ക് രാജകുമാരിയെ പോലെയൊന്നും കഴിയണ്ട. എന്റെ മണിക്കുട്ടിക്കും ഉണ്ണിക്കുട്ടിനൊപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്, വെറുക്കാനും പാടില്ല. മോളെ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇതിൽ കൂടുതൽ ഇനിയൊന്നും ആലോചിക്കാനില്ല. ഞാൻ വരില്ല. കനി എന്തു പറഞ്ഞു അന്നക്കുട്ടി? ഇല്ല, കനി വരില്ല. അച്ഛൻ പറഞ്ഞതുപോലെ മണിക്കുട്ടിയെ വിട്ടുവരാൻ കനി ഒരുക്കമല്ല. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് കനിയെ പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല അച്ഛൻ. ഒരു മോളെ വേണമെന്ന് കുറെ കാലമായിട്ട് ആശിക്കുന്നതാ. ചിലയിടത്തൊക്കെ അതിനു വേണ്ടി നോക്കുകയും ചെയ്തിരുന്നു. മനസ്സിന് പിടിച്ച ഒരാളെ കണ്ടെത്താനായില്ല. ഇപ്പോ എല്ലാം കൊണ്ട് മനസ്സിന് പിടിച്ച ഒരാളെ കണ്ടെത്തി. അവിടെയും കർത്താവ് ഞങ്ങളുടെ ഭാഗം നിന്നില്ല. കർത്താവിന്റെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അന്നക്കുട്ടി. നല്ല മനസ്സുള്ളവരെ കർത്താവ് കുറച്ചധികം പരീക്ഷിച്ചെന്നിരിക്കും. എന്ന് വെച്ച് എല്ലാ വാതിലുകളും അടഞ്ഞുപോയെന്ന് കരുതണ്ട. പ്രതീക്ഷകൾ അപ്പാടെ ഉപേക്ഷിക്കുകയും വേണ്ട. ശരി, നല്ലതേ വരൂ. പോയി വരൂ. എന്റെ അച്ചോ, അഹങ്കാരമെന്നല്ലാതെ പിന്നെ എന്നാ ഇതിന് പറയട്ടെ? സുഖസുന്ദരമായൊരു ജീവിതം തരാമെന്ന് പറഞ്ഞപ്പോ കൈമലർത്തി കാണിക്കുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയ ആരാണ് അച്ചോ പോവാത്തെ? അച്ഛൻ പറഞ്ഞിട്ടും തലയിൽ കയറില്ല എന്ന് വെച്ചാ വലിയ കഷ്ട. എല്ലാ വശവും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ 2 വട്ടം ആലോചിച്ചേനെ. ഇതിപ്പോ ബേബിച്ചനും അന്നക്കുട്ടിയുമല്ലേ. നല്ല തങ്ക കെട്ടികളല്ലയോ അവര്. എന്റെ കർത്താവെ, എന്റെ മോളെ മതിയായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൈയോടെ പിടിച്ചാൽ കൊടുത്തേനെ. ജീവിതം ഭദ്രമാവത്തില്ലയോ? മണിക്കുട്ടിയാണ് എല്ലാറ്റിനും ഒരു തടസ്സമായി നിൽക്കുന്നത്. മണിക്കുട്ടിയെ വിട്ട് ഒരിടത്തും പോകില്ലെന്നുള്ള നിലപാടിലാ കനി. ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാമെന്ന് അവര് പറഞ്ഞതല്ലയോ? അതിനൊന്നും കനി സമ്മതിക്കുന്നില്ല. ഒരു വഴി തുറന്നു കിട്ടിയപ്പോ അതിലൂടെ രക്ഷപ്പെടാൻ നോക്കാതെ. അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ഫാമിലി വരണം ആ കുഞ്ഞിനെ കൊണ്ടുപോവാൻ. ഓ എന്റെ കർത്താവേ, എല്ലാവരും ഓരോ വഴിക്ക് പോയാ എനിക്കിത്തിരി സ്വസ്ഥത കിട്ടിയേനെ.
കഞ്ചേച്ചി കഞ്ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നേ? അല്ല, എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങള്? നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ല. കഞ്ചേച്ചി എന്തിനാ സങ്കടപ്പെട്ടെന്ന് പറ. അത് ഇവിടെ എന്തൊക്കെയോ ആലോചനകൾ നടക്കുന്നുണ്ട്. എന്താലോചന? മക്കളില്ലാത്തൊരച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ. അവർക്ക് മകളായി എന്നെ വേണോ അത്രേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അച്ഛനോട് അവരിക്കാര്യം പറഞ്ഞപ്പോ അച്ഛൻ അത് എന്നോടും പറഞ്ഞു. എന്നിട്ട് കഞ്ചേച്ചി എന്തു പറഞ്ഞു? അതൊന്നും ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോയാൽ മണിക്കുട്ടിയെ ഏതെങ്കിലും നല്ല അനാഥാലയത്തിലാക്കാന്നാ അവര് പറഞ്ഞത്. നമ്മുടെ മണിക്കുട്ടി അനാഥാലയത്തില്. അതിലെന്താ തെറ്റ്? ഇപ്പൊ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് നല്ല വഴിയാണെന്നേ ഞാൻ പറയും. മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യം എന്ന് തന്നെ പറയാം. ബേബിച്ചനെയും അന്നക്കുട്ടിയെയും കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവര് നിന്നെ നല്ല പോലെ നോക്കിക്കോളും. അക്കാര്യത്തിൽ എനിക്ക് ലെവലേശം പോലും സംശയമില്ല. നിങ്ങൾ മൂന്നാൾക്കും നല്ല ജീവിതം കിട്ടിയാൽ അതൊരു നല്ല കാര്യമല്ലേ? പിന്നെ മണിക്കുട്ടിയെ ഓർഫനേജിലാക്കുന്നതിലാണോ നിന്റെ പ്രയാസം? പേരിൽ ഓർഫനേജ് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സൗകര്യവും സുരക്ഷയും അവിടെ ഉണ്ടാവും. നിങ്ങളിപ്പോ ഇവിടെ കഴിയുന്നില്ലേ? അതുപോലെ. അച്ഛോ, എന്നാലും മണിക്കുട്ടിയെ. എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. കനിയെ ബേബിച്ചനും അന്നക്കുട്ടിയും കൊണ്ടുപോകുന്നത് പോലെ നല്ല ആൾക്കാർ വന്നാൽ മണിക്കുട്ടിയെ അവർക്ക് കൊടുത്തൂടെ? സ്നേഹം കൊണ്ടും പണം കൊണ്ടും സമ്പന്നരായ ഒരു ഭാര്യയും ഭർത്താവും വന്നാൽ മണിക്കുട്ടിയെ കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആര് വന്നാലും ഞാൻ എന്റെ മണിക്കുട്ടിയെ കൊടുക്കില്ല. കനി, മണിക്കുട്ടിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാ കനി ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനപ്പുറം നിങ്ങളുടെ ശോഭനമായ ഭാവിയുടെ വാതിലുകൾ അടയുന്നത്. ഇങ്ങനെ എത്ര കാലം കഴിയും നിങ്ങൾ? ഉണ്ണിക്കുട്ടന് പഠിക്കാനുള്ള സൗകര്യമായി. അതതിൻ്റെ രീതിയിൽ നടന്നോളും. മണിക്കുട്ടിക്കും കനിക്കും നല്ല ജീവിതം കിട്ടുമ്പോൾ അതിന് തടയിടുകയല്ല വേണ്ടത്. മോളെ, ഈ കടുംപിടുത്തം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. ഒന്ന് പറയട്ടെ, കനിയെ കൊണ്ടുപോകാൻ നല്ലവരായ ഒരു കൂട്ടർ വന്നതുപോലെ മണിക്കുട്ടിയെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വന്നാൽ അവർ മണിക്കുട്ടിയെ നല്ലതുപോലെ നോക്കുകയും മണിക്കുട്ടി സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മുടെയും കൂടെ സന്തോഷമാവില്ലേ? അപ്പോ അവർക്ക് മണിക്കുട്ടിയെ കൊടുത്തൂടെ? പിടിവാശി വേണ്ട, അവസാനം കുറ്റബോധം തോന്നും. നിങ്ങളൊന്ന് നല്ലപോലെ ആലോചിക്കും. കഞ്ചേച്ചി, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. കഞ്ചേച്ചിക്ക് അതുപോലെ തന്നെയാ. പക്ഷേ മൺകുട്ടിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവരൊക്കെ എവിടെയാണ്? ഇനി ഒരിക്കലും അവരുടെ അടുത്തേക്ക് മൺകുട്ടിയെ എത്തിക്കാൻ നമുക്കാവില്ല. അപ്പോൾ വേറൊരു നല്ല അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് മൺകുട്ടിയെ എത്തിക്കുന്നതല്ലേ നല്ലത്? ഉണ്ണിക്കുട്ടാ, അച്ഛൻ പറഞ്ഞ പോലെ നല്ല വീട്ടിൽ നല്ല പോലെ വളരട്ടെ നമ്മുടെ മണിക്കുട്ടി. മണിക്കുട്ടിക്ക് വേണ്ടി അച്ഛനങ്ങനെ മോശക്കാരായവരെ കൂട്ടിയിട്ട് വരില്ലല്ലോ. കഞ്ചേച്ചി, അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാം നമുക്ക്. അച്ഛോ, എന്താ? അച്ഛൻ പറഞ്ഞതാ ശരി. മണിക്കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിന് ഞാനൊരു തടസ്സമാവാൻ പാടില്ല.
അച്ഛൻ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം. നല്ലതല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല. കനിയും മണിക്കുട്ടിയും ഒക്കെ നല്ല നിലയിൽ എത്തിക്കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. മണിക്കുട്ടിയെ പിരിയുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ. എന്നാലും മണിക്കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ. ശരിയായ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വളരാൻ യോഗമില്ലെങ്കിലും അങ്ങനെയുള്ളവരുടെ കയ്യിലെത്തിയാൽ മതി മണിക്കുട്ടി. അങ്ങനെയുള്ളവർക്കേ മണിക്കുട്ടിയെ കൊടുക്കൂ. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വേവലാതിയില്ല. മണിക്കുട്ടി നല്ല സ്ഥലത്തെത്തിയാൽ അന്നക്കുട്ടി അമ്മച്ചിയോടൊപ്പം ഞാൻ പൊയ്ക്കോളാം. എല്ലാ അച്ഛൻ പറയും പോലെ. കനിയുടെ മനസ്സ് കാണാനാവും എനിക്ക്. ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാളെ പറിച്ചെടുക്കുന്നതിന് തുല്യമായത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചില വേദനകളൊക്കെ സഹിക്കേണ്ടി വരും. ഈ വേദനകളൊക്കെ കാലം മാറ്റിക്കോളും. എനിക്കിവിടുന്ന് സ്ഥലം മാറി പോകാനുള്ള ദിവസമെടുത്തു. ഞാനിവിടുന്ന് പോയാലും എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടാവും. ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾ മൂന്നാളും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. മനസ്സിനകത്ത് സ്ഥാനം പിടിച്ചു. ഒരു വേദനയായി നിങ്ങളിവിടെ അവശേഷിക്കാൻ പാടില്ല. അതിനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ ബേബിച്ചനും അന്നക്കുട്ടിയും കനിയുടെ കാര്യം പറഞ്ഞു വന്നത്. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് മണിക്കുട്ടിയായിരിക്കുന്ന. പിന്നീടാ മനസ്സിലായത് അവർ മകളായി കണ്ടത് കനിയെയാ. അവർ പറഞ്ഞത് തികച്ചും ന്യായമാണ്. പ്രായമായ ബേബിച്ചനും അന്നക്കുട്ടിയും മണിക്കുട്ടിയെ കൊണ്ടുപോയാൽ എന്താവും സ്ഥിതി? നമ്മുടെ ഈ കുറുമ്പത്തിയെ നോക്കി വളർത്താനാവോ അവർക്ക്? തിരിച്ചറിയുന്ന പ്രായമാവും മുമ്പേ ചിലപ്പോൾ അവർക്ക് വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മണിക്കുട്ടിയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ സമ്മതിക്കുമായിരുന്നു ഞാൻ. കുഞ്ഞിൻ്റെ സുരക്ഷ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അവരതിനപ്പുറവും ചിന്തിച്ചു. പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു. അതിനെ നമ്മൾ മാനിക്കണം. അവരുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ബേബിച്ചനും അന്നക്കുട്ടിയും കനിയെ സ്നേഹം കൊണ്ട് പൊതിയും. രാജകുമാരിയെപ്പോലെ നോക്കും. അനുയോജ്യമായ രീതിയിൽ കല്യാണം കഴിപ്പിച്ചയക്കും. ബേബിച്ചനെയും അന്നക്കുട്ടിയും പോലെ സ്നേഹസമ്പന്നരായ ഒരു അച്ഛനെയും അമ്മയും കണ്ടെത്തണം മണിക്കുട്ടിക്ക് വേണ്ടി. അങ്ങനെയുള്ളവരെ കർത്താവ് തന്നെ കാട്ടിത്തരും. കനി, ഒരു പരിചയമില്ലാതിരുന്നിട്ടും നമ്മളൊക്കെ ഇപ്പോൾ പരസ്പരം ആരൊക്കെയോ ആയി മാറി. അദൃശ്യമായൊരു ചരട് കൊണ്ട് നമ്മളെയൊക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അകലാൻ പറ്റാതെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. മണിക്കുട്ടിയുടെ അച്ഛനമ്മമാരെ അച്ഛൻ കണ്ടെത്തിക്കോളൂ. മണിക്കുട്ടി സന്തോഷത്തോടെ നല്ല രീതിയിൽ വളരട്ടെ.
കഞ്ചേച്ചി. ഞാൻ അച്ഛനോട് പറഞ്ഞു ഉണ്ണിക്കുട്ട, മണിക്കുട്ടിയെ കൊടുക്കാൻ സമ്മതമാണെന്ന്. അത് നല്ല കാര്യമല്ല കഞ്ചേച്ചി, പിന്നെന്തിനാ കരയുന്നത്? മണിക്കുട്ടി നമ്മളെ വിട്ട് പോവുമെന്ന് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. വിഷമം എനിക്കും ഉണ്ട്. മണിക്കുട്ടി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ. ആ വിഷമം നമുക്ക് സഹിക്കാൻ കഞ്ചേച്ചി. ഓരോരുത്തരെയായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഉണ്ണിക്കുട്ട. മണിക്കുട്ടിയും കൊണ്ട് നമ്മൾ 4 ആൾക്കാരല്ലേ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വന്നത്. ആദ്യം ഇവ പോയി. ഇവ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോയതെങ്കിലും നമുക്കതൊരു നഷ്ടം തന്നെയല്ലേ. പിന്നീട് അൻപണ്ണനെ നഷ്ടമായി. നമുക്കൊരു താങ്ങും തണലുമായിരുന്നു. നീലാംബരി മാഡത്തിന്റെ കയ്യിലെങ്ങാനും അൻപണ്ണം പെട്ടിട്ടുണ്ടാവുമെന്ന എനിക്കിപ്പോ തോന്നുന്നത്. അങ്ങനെ അവരുടെ കൈപ്പെട്ട അവർ അൻപണ്ണനെ ഉപദ്രവിക്കില്ലേ? നമ്മളെ കിട്ടാത്ത ദേഷ്യം മുഴുവൻ അവർ അൻപണ്ണന് മേലെ തീർത്തിട്ടുണ്ടാവും. അൻപണ്ണനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒരു ദിവസം അൻപണ്ണനെ കണ്ടുമുട്ടുമെന്ന് തന്നെയാ മനസ്സ് പറയുന്നത്. ആ സങ്കടമൊക്കെ സഹിച്ചു നിൽക്കുമ്പോഴാ ഇപ്പൊ മണിക്കുട്ടിയും കൈവിട്ടു പോകുന്നത്. മണിക്കുട്ടിക്ക് പിന്നാലെ കഞ്ചേച്ചിയും പോവല്ലേ? അപ്പോ ശരിക്കും ഒറ്റപ്പെടുന്നത് ഞാനല്ലേ? മണിക്കുട്ടിക്കും കഞ്ചേച്ചിക്കും അച്ഛനും അമ്മയും ഉണ്ടാവും. എനിക്കാരാ ഉള്ളത്? അപ്പോ ഞാനല്ലേ സങ്കടപ്പെടേണ്ടത്? ഉണ്ണിക്കുട്ട, നമ്മുടെ മണിക്കുട്ടിക്ക് വേണ്ടി സഹിക്കുക ഞാൻ. സ്വന്തമല്ലെങ്കിലും ഒരു അച്ഛനും അമ്മയും കിട്ടാൻ പോവല്ലേ മണിക്കുട്ടിക്ക്. അതൊരു നല്ല കാര്യല്ലേ കഞ്ചേച്ചി? നല്ല ആൾക്കാര് തന്നെ അച്ഛൻ മണിക്കുട്ടിക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടുവരും. അങ്ങനെ മണിക്കുട്ടി രക്ഷപ്പെടട്ടെ. ഉണ്ണിക്കുട്ട, മണിക്കുട്ടിയുടെ അച്ഛനമ്മമാരെ അച്ഛൻ കണ്ടെത്തിക്കോളൂ. മണിക്കുട്ടി സന്തോഷത്തോടെ നല്ല രീതിയിൽ വളരട്ടെ. അച്ഛോ, അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആ പിള്ളാരെ കുറിച്ചല്ലേ, കനിയും മണിക്കുട്ടിയും. കനിക്ക് നല്ലൊരു ജീവിതം തുറന്നു കൊടുത്തുകൊണ്ട് ബേബി ചായം വന്നു. പക്ഷേ പെണ്ണ് പോകുന്നില്ല. അവിടെ തടസ്സം മണിക്കുട്ടിയെ ഒഴിവാക്കിയാൽ ആ പ്രശ്നം തീരൂലേ? ഈനാശു എന്താ ഉദ്ദേശിക്കുന്നത്? മണിക്കുട്ടിയെ ഒഴിവാക്കുക എന്ന് വെച്ചാ? എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. ആ കുഞ്ഞിനെ ആവശ്യക്കാർക്ക് കൊടുക്കാം. കുട്ടികളില്ലാതെ നല്ലൊരു കുഞ്ഞിനെ കിട്ടിയാൽ ദത്തെടുക്കാനായി കൊതിച്ചു നടക്കുന്ന ഒരു പാർട്ടിയെ എനിക്കറിയാം. അവരോട് ഞാൻ സംസാരിച്ചു. കുഞ്ഞിനെ ദത്തെടുക്കാൻ അവർക്ക് താല്പര്യവുമുണ്ട്. നല്ല ആൾക്കാരാണ്. അവർ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളും. അതോടെ ആ പ്രശ്നം തീരും. പിന്നെ കനിക്ക് ബേബിച്ചായൻ്റെ മോളായിട്ട് പോകാലോ. ഈ പറഞ്ഞ ആൾക്കാരെ എത്ര കാലമായിട്ട് ഈനാശുവിനെ അറിയാം? അത് പിന്നെ അത് കുറച്ച് ദിവസം മുമ്പ് അവരെ പരിചയപ്പെട്ടത്. കുറച്ച് ദിവസം മുൻപ്? എന്നിട്ടാണോ വലിയ കാര്യത്തിൽ പറയുന്നത് വളരെ നല്ല ആൾക്കാരാണെന്ന്?
ഒരു ബാധ്യത ഒഴിവാക്കുന്നത് പോലെയാ ഈനാശു ഇപ്പൊ സംസാരിച്ചത്. ആ കുട്ടികൾ എനിക്കങ്ങനെ ഒരു ബാധ്യതയേ അല്ല. കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് തനിക്ക് നല്ലൊരു ഭാവി പോലും വേണ്ട എന്ന് കനി പറഞ്ഞത്. കുഞ്ഞിനോട് കനിക്കുള്ള സ്നേഹം അളക്കാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്നും ചിന്തിക്കാതെ പോകുമായിരുന്നു. പക്ഷെ കനി പോയില്ല. കനി ചെയ്തത് വലിയൊരു ത്യാഗമാണ്. ശരിക്കും ആ കുട്ടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കനിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ കുഞ്ഞിനെ അങ്ങനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അച്ചോ, ഞാൻ പറഞ്ഞ ആൾക്കാരെ അച്ഛനൊന്ന് കണ്ടു നോക്ക്. അപ്പോ അച്ഛന് ബോധ്യമാവും നല്ലതിനു വേണ്ടിയാ ഞാൻ. നല്ലത് മനസ്സിലായി. ബേബിച്ചനെയും അന്നക്കുട്ടിയെയും പോലെ ശുദ്ധരും സ്നേഹമുള്ളവരുമായിരിക്കണം മണിക്കുട്ടിയെ കൊണ്ടുപോകേണ്ടത്. ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ചാടി വരാൻ ആൾക്കാരുണ്ടാവും. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഓരോരോ വാതിലുകളിൽ മുട്ടി വർഷങ്ങളായി നടക്കുന്നവരുണ്ട്. 100% ബോധ്യപ്പെടാതെ ആർക്കും ഞാൻ കുഞ്ഞിനെ കൊടുക്കില്ല. എല്ലാം തികഞ്ഞ ആൾക്കാർ വരുന്നതുവരെ കാത്തിരിക്കും ഞാൻ. സത്യസന്ധമായ സ്നേഹവും പരിലാളനവും ഏറ്റ് വേണം മണിക്കുട്ടി വളരാൻ. കർത്താവ് തന്നെ അതിനനുയോജ്യരായവരെ കാണിച്ചു തരും.